ഇത് ഇതാണ് എൻ്റെ ഡിഷ് ഗാർഡൻ. അപ്പോൾ എന്താണ് ഡിഷ് ഗാർഡൻ എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ചെറിയൊരു പാത്രത്തിൽ സാൻഡോ പോട്ടി മിക്സോ കല്ലോ വുഡൻ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിഷ് ഗാർഡൻ എന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വേരിൻ്റെ ഒരു പോർഷനാണ്. അത് കട്ട് ചെയ്ത് പേപ്പറിട്ടൊക്കെ പിടിച്ച് നമ്മുടെ പോളിഷൊക്കെ ഉപയോഗിച്ച് വളരെ അടിപൊളിയാക്കിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു പോട്ടാണ്. ആ പോട്ടിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് ഇങ്ങനെയാണ്, ഇച്ചിരി പരന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എംസാൻഡാണ് ഇടുന്നത്. എംസാൻഡ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഒരു മോസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനധികം പോട്ട് മിക്സിൻ്റെ ആവശ്യമില്ല. എംസാൻഡിൻ്റെ പുറത്ത് കുറച്ച് കല്ല് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൂഴി ഇടുന്നുണ്ട്. പൂഴി ആകുമ്പോഴത്തേക്കും കുറച്ച് ഈർപ്പം നിൽക്കും. മോസ് വളരാനായിട്ട് കുറച്ച് ഈർപ്പമൊക്കെ വേണമല്ലോ. ഞാൻ ആഡ് ചെയ്യുന്ന മോസ് നമ്മുടെ ഈ മതിലിലൊക്കെ വളരുന്ന ടൈപ്പ് മോസ് ഇല്ലേ, അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമുക്കൊരു വെറൈറ്റി മോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. മോസൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും സാധനം ഈ ഒരു ലുക്കാണ്. ഞാൻ അതിലേക്ക് ഒരു 3 മിനിയേച്ചർ വീടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഫീലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ഫിറ്റോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് എല്ലാം സെറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളവും സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.